സഹൃദയരെ, ഒരു പള്ളി പെരുന്നാളിനോട് അനുബന്ധിച്ചുള്ള ചില സംഭവങ്ങൾ അടിസ്ഥാനമാക്കി അബു ഹനീഫ സെന്റ് ഗ്രിഗോറിയോസ് പ്രയർ ഗ്രൂപ്പ് അവതരിപ്പിക്കുന്ന ഹ്രസ്വ ചിത്രീകരണം പെരുന്നാൾ. What's going on? Ding ding. Crazy. Ding ding. 悟空恭喜，取经来了，为了希望荣耀，燃起梦想，生死与共。ഹോ, ഈ നാടിന് ഗോഡ്സ് ഓൺ കൺട്രി എന്ന് ആര് പേരിട്ടോ എന്തോ. മോശം മോശം മോശം. അതിന് ഭാഷയൊക്കെ ചത്തുപോയി. എന്തു പറ്റി? അമേരിക്കയിൽ എന്തെല്ലാം വികസനങ്ങളാണ്. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ഞങ്ങൾ അമേരിക്കയിൽ ഭൂമി കുഴിച്ച് ചെന്നപ്പം 150 വർഷം പഴക്കമുള്ള ചെമ്പ് കമ്പികൾ കണ്ടെത്തി. ഇതിൽ നിന്ന് എന്ത് മനസ്സിലായെന്നറിയാമോ? എന്ത് മനസ്സിലായി? 150 വർഷങ്ങൾക്ക് മുമ്പേ അമേരിക്കയിൽ ടെലഫോൺ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാം. ഇതാണോ ഇത്ര വലിയ കാര്യം? ഞങ്ങളോട് ചൈനയിൽ കഞ്ഞി തായി പോയി എന്നൊരാൾ 200 വർഷങ്ങൾക്ക് മുമ്പേ അവിടുത്തെ ഭൂമി കുഴിച്ച് ചെന്നപ്പോ ഇത്രയും നീളമുള്ള പോസ്റ്റ് കഷണങ്ങൾ കണ്ടെത്തി. ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി എന്നറിയാമോ? എന്താ മനസ്സിലായി? 200 വർഷങ്ങൾക്ക് മുമ്പേ ചൈനയിൽ ടെലിഫോൺ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാം. ഇത് തന്നെ ഞങ്ങളുടെ ഇന്ത്യയിലും. ഇവിടെ കേരളത്തിൽ കോത്തയത്തുകാരൻ പാപ്പി എന്നൊരാൾ ഭൂമി കുഴിച്ച് മതി. കുഴിക്കട്ടടാവേ, എന്തെങ്കിലും കാണണ്ടേ? കുഴിച്ച് ചെന്നപ്പം ഒന്നും കിട്ടിയില്ല. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? 200 വർഷങ്ങൾക്ക് മുമ്പേ പോസ്റ്റും കമ്പിയും ഒന്നുമില്ലാത്ത മൊബൈൽ ഫോണാണ് ഞങ്ങൾ ഉപയോഗിച്ചിരുന്നുവെന്ന് മനസ്സിലാക്കാം. അച്ഛൻ വരുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. ഇപ്പോഴും എപ്പോഴും വല്ലപ്പോഴൊക്കെ സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും പെരുന്നാൾ കൂടുവാനായിട്ട് വന്നതാണല്ലേ? ഓച്ചോയോ? അല്ല, അച്ചോ എന്ന് പറഞ്ഞതാ. അച്ചോ, ഇക്കൊല്ലം എന്തൊക്കെയാണ് പെരുന്നാൾ പരിപാടികൾ? എൻ്റെ ഓർമ്മയില്ല, അല്ലെങ്കിൽ എൻ്റെ റിമെമ്പറില്ല, അല്ലെങ്കിൽ ആ മെമ്മറിയില്ല. തീറ്റാതെ കാര്യം പറയാച്ചോ. നാട്ടക്കം. അല്ല, നിങ്ങളെ ഞാൻ പരിചയപ്പെട്ടില്ലല്ലോ. അച്ചോ, ഞാൻ മിസ്റ്റർ പത്ര, USA നിന്ന് വരുന്നു. അച്ചോ, യവന കുരുവട്ടിയുടെ മോൻ പത്രോസാണ്. വെറുതെ പത്രം നടിക്കുക. ഞാൻ മിസ്റ്റർ ചാൻ, ചൈനയിൽ നിന്ന് വരുന്നു. എടാ ബോ, ചാള പേരിയുടെ മോൻ ചാട്ടി ഇപ്പം ചാനായി. പൈലി, വാക്കുകൾക്ക് കടിഞ്ഞാണിടോ. ഞാൻ നിന്റെ വീട്ടിലേക്കായി ഇന്നൊന്ന് വരുന്നുണ്ട്. മറിയേ, പൈലിഞ്ഞെത്തിയില്ലേ? അച്ഛനോ, അതിയാന്റെ കാര്യമൊന്നും പറയാതിരിക്കുന്നതാ നല്ലത്. ലോ, അവിടെ ഷാപ്പി കാണും. വൈകുന്നേരം ആകുമ്പോൾ കുടിച്ചു കൂത്താടി വരും. എൻ്റെ ഒരു വിധി. മറിയ വിഷമിക്കാതെ, ഞാൻ അവനോടൊന്ന് സംസാരിക്കാം. മോന്റെ പേരെന്താ? ലിൻഡാമോൻ. നല്ല പേര്.
മോന് പ്രാർത്ഥനയൊക്കെ അറിയാമോ? അറിയാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പരീക്ഷയ്ക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. ആമേൻ. മുഴുവനും പ്രാർത്ഥിക്കും മോനെ. അച്ഛോ, പരീക്ഷയാണ് എന്റെ പ്രശ്നം. അതുകൊണ്ട് കൊച്ചു പിള്ളേർക്ക് ഇത്രയൊക്കെ മതി. ശരി മോനെ ഇംഗ്ലീഷൊക്കെ അറിയാമോ? അറിയാം. എനിക്ക് ഇംഗ്ലീഷ് പച്ചവെള്ളം പോലെ അറിയാം. ഇത് നോക്കൂ മോനെ, ആ കാണുന്ന അഴിച്ചു വിട്ടിരിക്കുന്ന ആ പശുവിനെ കണ്ടോ? ആ പശുവിനെ കെട്ടുക എന്ന് ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? മെടുക്കൻ. പാപ്പി അപ്പച്ചാ പാപ്പി അപ്പച്ചാ പാപ്പി ഏ അപ്പച്ചാ പാപ്പി ഏ അപ്പച്ചാ ഒടി പാറ്റുണ്ടപ്പ പരിശുദ്ധാത്മാവേ പെട തന്നാൽ പൊട്ടിക്കീറും കുട്ടിത്താറാവേ രാക്കുന്നേലന്തിക്കത്താഴം കറിയൊണ്ടൽ കള്ളും മുത്താഴം. അല്ല അച്ഛനഗരി ഇവിടെ എത്തി. പായലി, നീ എന്തിനാണ് ഇങ്ങനെ മദ്യപിക്കുന്നത്? നീ എന്തിനാണ് ഇങ്ങനെ കുടിക്കുന്നത്? അച്ചു, എനിക്ക് വയസ്സായി, എൻ്റെ ഭാര്യയ്ക്ക് വയസ്സായി. കളിക്കാതെ കാര്യം പറ പായലി. അച്ചു, 2-3 പേരുടെ മദ്യത്തിൽ കർത്താവുണ്ടെന്ന് നമ്മുടെ പുസ്തകത്തിലുണ്ടല്ലോ. അതുകൊണ്ടാ ഞാൻ മദ്യപിക്കുന്നത്. അത് മദ്യത്തിലല്ല, മധ്യത്തിലാണ്. അതായത് ധനത്തിൻ്റെ നമ്മുടെ കൂടെ അവനുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. നമസ്കാരം, നമുക്ക് മടങ്ങി വരാം. ഇപ്പോൾ കിട്ടിയ വാർത്ത: ചേലക്കര പള്ളിപ്പെരുന്നാളിനോട് അനുബന്ധിച്ചുള്ള വിഷമദ്യം കഴിച്ച് 6 പേർ മരിക്കുകയും 20 പേരെ അത്യാസന്ന നിലയിൽ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. അയ്യോ പൈലിച്ചേട്ടാ, നമ്മൾ കുടിച്ച മദ്യം വിഷമദ്യമായിരുന്നു. അയ്യോ, എന്റെ തല ചുറ്റുന്നു. അച്ചോ, എന്നെ രക്ഷിക്കച്ചോ. അയ്യോ ദൈവമേ, എൻ്റെ അച്ചായനെ രക്ഷിക്കണേ. നീ വൈകിപ്പോയി മകനെ. എങ്കിലും നിന്റെ ജീവൻ തിരികെ കിട്ടാൻ ഇപ്പോൾ തന്നെ നീ ഒരു തീരുമാനമെടുക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, പെരുന്നാളുകൾക്കും ആഘോഷങ്ങൾക്കും കുടിച്ചു തള്ളുന്ന മദ്യത്തിൻ്റെ കണക്കുകളിലെ കോടികളിൽ ഏത് ജില്ല മുന്നിൽ വരുമെന്ന് മത്സരിക്കുമ്പോൾ ഓർക്കുക, വിഷമദ്യ ദുരന്തത്തിൽപ്പെട്ടവരുടെയും മദ്യാസക്തിയിൽ വാഹനാപകടത്തിൽപ്പെട്ടവരുടെയും രോഗികളായി ഇഞ്ചിഞ്ചായി മരിക്കുന്നവരുടെയും കണക്കുകൾ അതിലും എത്രയോ അധികമാണെന്ന്. ഇനിയും ഈ ദുരന്തം നമുക്ക് ആവശ്യമുണ്ടോ?